ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം നമ്മുടെ കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ തന്നെ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പല പല ഇനത്തിൽപ്പെട്ട പച്ചക്കറികളുടെ വിത്തുകൾ ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചെടുക്കാം. അപ്പൊ ഇത് പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത് പീച്ചില്. ഇപ്പം നിങ്ങൾ എൻ്റെ തോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇഷ്ടംപോലെ നല്ല നീളത്തിലുള്ള പീച്ചിങ്ങ അവിടെ ഉണ്ടായി കിടക്കുന്നത് എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ അത് ഈ പീച്ചിലിൻ്റെതാണ്. പിന്നെ ഇത് പടവലമാണ്, ബേബി പടവലമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. സാധാരണ നമ്മൾ പടവലം കുഴിച്ചിട്ടാലെ കിളുക്കാൻ എല്ലാവരും പറയും 10-12 ദിവസം വരെ എടുക്കും എന്ന് പറയും. അപ്പം ഇത് ഞാൻ നമ്മുടെ പടവലം, ഈ പടവലത്തിൻ്റെ വിത്ത് ഒരു ദിവസം മുഴുവനും, അതായത് ഒരു രാത്രിയും ഒരു പകലും മുഴുവനും വെള്ളത്തിനകത്തിട്ട് കുതിർത്തതിന് ശേഷം ഇതുപോലെ നനഞ്ഞ തുണിക്കകത്ത് വാരി വെച്ചിരിക്കുന്നതാണേ. കണ്ടോ, ഏകദേശം എല്ലാവരും മുളച്ചു വന്നിരിക്കുന്നതാണ്ടോ. ഒരു 4-5 ദിവസം, 4 ദിവസമെങ്കിലും ആയിട്ടുണ്ട്. പക്ഷേ ഈ 4 ദിവസം ആയപ്പോൾ തന്നെ ഇവരെല്ലാവരും മുളച്ചു തുടങ്ങി. കണ്ടോ, ഈ പാകത്തിലാണ് നമ്മൾ മണ്ണിലേക്ക് കൊണ്ടിടുന്നതെങ്കിൽ ഒരു വിത്ത് പോലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. എല്ലാം തൈകളായിട്ട് കിളിർത്ത് കിട്ടും. പിന്നെ ഇതെന്ന് പറയുന്നത് എന്നാണെന്നറിയോ, തണ്ണിമത്തൻ്റെ വിത്തുകളാണേ. തണ്ണിമത്തൻ്റെ വിത്തും ഞാൻ ഇതിൻ്റെ ഒപ്പം ഇട്ട് വെച്ചിരുന്നതാണ്. പക്ഷെ ഇത് ഒരു രാത്രി മാത്രമാണ് ഇട്ടത്, ഒരു ദിവസം മുഴുവൻ ഇട്ടിട്ടില്ല. ഒരു രാത്രി മാത്രം നമ്മളുടെ സാധാരണ വെള്ളത്തിനകത്തിട്ട് കുതിർത്തതിന് ശേഷം വാരി വെച്ചിരിക്കുന്നതാണ്. കണ്ടത് ഈ പാകത്തിന് കിളുത്ത് വന്നിരിക്കുന്നത് കേട്ടോ, അതേ ദിവസം കൊണ്ട്. പക്ഷെ പടവലത്തിന് കിളുക്കാൻ ഇച്ചിരി താമസമാണ്, അതുകൊണ്ടാണിത്. അതുപോലെ തന്നെ താമസമുള്ളതാണ് പാവയ്ക്കയുടെ വിത്തുകൾ മുളയ്ക്കാൻ. അത് ഞാൻ എത്ര ദിവസമാണ് നമ്മുടെ പാവയ്ക്കയുടെ വിത്തിനെന്ന് നോക്കിയിട്ടില്ല, നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പൊ ആരും പേടിക്കണ്ട, പടവലം കിളുക്കുകയല്ലെന്ന്. എല്ലാ പടവലവും മുളയ്ക്കുന്നതാണ്. കണ്ടോ. പിന്നെ ഇത് ചുരക്കയുടെ വിത്തുകളാണ്. നല്ല നീളൻ ചുരക്കയാണ്. പീച്ചിലും ചുരക്കയും രണ്ടാണ് കേട്ടോ. ഇത് മഞ്ഞ നിറത്തിലുള്ള കാപ്സിക്കം, ഇത് ചുവന്ന നിറത്തിലുള്ള കാപ്സിക്കം, ഇത് ഓറഞ്ച് നിറത്തിലുള്ള കാപ്സിക്കമാണ്. അതുപോലെ ഇത് നല്ല ചുവന്ന പയർ. ഏറ്റവും കൂടുതൽ ആളുകൾ മേടിക്കുന്നത് പയറാണ്. പയർ ചുവന്ന പയറുണ്ട്, പച്ച നിറത്തിലുള്ള പയറുണ്ട്, നല്ല കരിമ്പച്ച കളറിലുള്ള പയറാണ്. നല്ല നീളവും വരുന്നതാണ്. അതുപോലെ മത്തങ്ങ, അതുപോലെ ഇത് കൊത്തമരയാണ്. നമ്മൾ ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ എപ്പോഴും കൂടുതൽ ആൾക്കാർ, പാലക്കാട് പോലുള്ള ഭാഗത്തൊക്കെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒന്നാണ് കൊത്തമര. നമ്മുടെ സാമ്പാർ അമര എന്നും ഇതിനെ പറയും. തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കാം, അതുപോലെ തന്നെ സാമ്പാറിലും ഇടും. ഇത് സാമ്പാർ വെള്ളരിയാണേ. പിന്നെ ഇത് തക്കാളി. ഇത് നല്ല നീളൻ ബീൻസ് ആണ്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ബീൻസിന്റെ വിത്ത് നമ്മുടെ തോട്ടത്തിൽ മുളച്ചു വളർന്ന് പൂവിട്ട് തുടങ്ങിയതിന്റെ ഒരു കാഴ്ച. പിന്നെ ഇത് നമ്മുടെ സാധാരണ കാന്താരിയാണ്. ഇത് കറുത്ത മുളക്, റോയൽ ബ്ലാക്ക് കളർ എന്ന് പറയുന്ന മുളകാണ്. നമ്മുടെ സാധാരണ വെണ്ട. അതുപോലെ ഇത് ചുവന്ന വെണ്ടയാണ്. ഇതാ നമ്മളിപ്പോൾ കാണിച്ച തണ്ണിമത്തൻ്റെ വിത്ത് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ഇട്ടോണം. ഇനി ചൂടുകാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ തണ്ണിമത്തൻ നമുക്ക് വളർത്താൻ വളരെ അനുകൂലമായ സാഹചര്യമാണ്. ഇത് നമ്മുടെ മാലാഖ വഴുതന. പിന്നെ ഇത് വയലറ്റ് വഴുതനയാണ്. ഇത് കുറ്റി ബീൻസ് ആണ്. ഈ കുറ്റി ബീൻസും എല്ലാ വിത്തുകളും മുളയ്ക്കും. നമുക്കിപ്പോൾ നമ്മുടെ തോട്ടത്തിൽ കുറ്റി ബീൻസ് വളർന്നു നിൽപ്പുണ്ട്, പൂവിടാറായിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം കയറുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇത് കുറ്റി പയറാണ്. ഇത് ചതുരപ്പയർ. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ചതുരപ്പയർ. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. ഇത് ഉജ്ജ്വല മുളകാണ്. ഇനി ഇത് നമ്മുടെ ഉണ്ടമുളക്. ഇനി ഇത് നീളത്തിലുള്ള പച്ചമുളകാണ്. ഇത് പൊട്ടുവെള്ളരി. കണ്ടോ, പൊട്ടി തന്നെ ഇരിക്കുന്നതാണ്. പാകമാകുമ്പോൾ പൊട്ടുവെള്ളരി ഇതുപോലെ പൊട്ടി തുറന്നു വരും. ഇത് പച്ച ചീരയാണ്. ഇത് നീളത്തിലുള്ള സാധാരണ നല്ല നീളം വെക്കുന്ന പയറാണ്. അത് നാംദാരി കമ്പനിയുടേതാണ്. നല്ല ഇനമാണ്. പിന്നെ ഈ സ്റ്റോക്ക് തീർന്നപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, നല്ല നീളൻ പാവയ്ക്ക, നല്ല വെളുത്ത നിറത്തിലുള്ളത്. അതുപോലെ ക്ഷമമാർക്കെങ്കിലും വേണമെങ്കിൽ വേഗം മെസ്സേജ് ഇട്ടോണേ, കുറച്ചെണ്ണം ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ സാധാരണ കുക്കുമ്പർ. സാധാരണ വേണ്ട തന്നെയാണ്.
ഇത് ചുവന്ന ചീരയാണ്. എല്ലാ ഇനം ചീരകളും ഇപ്പൊ നമുക്ക് നട്ടുപിടിപ്പിക്കാം. വേനൽക്കാലത്താണ് ചീര നട്ടുപിടിപ്പിക്കാൻ നല്ലത്. കാരണം ഇലപ്പുള്ളി രോഗങ്ങളോ അത്തരത്തിലുള്ള രോഗങ്ങളോ ഒന്നും വരത്തില്ല. നല്ല വലിയ വലിയ ഇലകൾ ഉണ്ടാകും. ഇലകൾ കാണാനും നല്ല ഭംഗിയാണ് ഈ വേനൽക്കാലത്ത്. പിന്നെ പല ആൾക്കാരും അധികം പേരും ആവശ്യപ്പെടുന്ന ഒരിനം വെള്ളരിയാണ് സ്നോ വൈറ്റ് കുക്കുംബർ എന്ന് പറയുന്നത്. ഭയങ്കര നല്ലതാണ്. നല്ല വലിപ്പവും വയ്ക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കളറുണ്ട്, എല്ലാം കൊണ്ടും നല്ലതായിട്ടുള്ളതാണ് സ്നോ വൈറ്റ് വെള്ളരി. ഇനി ഇത് നമ്മുടെ പച്ച നിറത്തിലുള്ള കാപ്സിക്കോണേ. എല്ലാം തീർന്നു പോകുന്നതിന് മുന്നേ പെട്ടെന്ന് കമന്റ് ഇട്ടോണം. തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതിന് ശേഷമായിരിക്കും സപ്ലൈ നടക്കുന്നത്. ഇത് സുന്ദരി ചീരയാണേ. കൃഷി ചെയ്യാൻ വളരെ നല്ല സമയമാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങള്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിത്തുകൾ കിട്ടാനുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോണം. ആദ്യം മെസ്സേജ് വരുന്നവർക്കാണ് ആദ്യം നമ്മൾ കൊടുത്തു പോകുന്നത്. മെസ്സേജ് താമസിച്ചാൽ കിട്ടാനുണ്ടാവും.